ഹലോ ഗായ്സ്, ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കൂന്തലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കണത്, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചതാണ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതെല്ലാതും നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി 1.5 ടീസ്പൂൺ, അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഗരം മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് ഒന്ന് ലൂസാക്കാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കിയ ശേഷം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കൂന്തളും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് നന്നായിട്ട് വെള്ളം ഇറങ്ങും അത് വേവാനുള്ളത്. ഏകദേശം 10 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുക. അപ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ വറ്റിയിട്ട് കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചയൂണ്ട് വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചോറുണ്ട്, നല്ല തേങ്ങ അരച്ച ചൈലക്കറിയും ബീട്രൂട്ടും ഉരുളൻകിഴങ്ങ് ഉപ്പേരിയും, പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കൂന്തൽ റോസ്റ്റുമാണ്. അങ്ങനെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിപ്പിക്കും പിന്നെ മധുരം കുറച്ചാവാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പായസം കൂടി കുടിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.